Day by day, I float my paper boats one by one down the running stream. ഓരോ ദിവസവും ഞാൻ എൻ്റെ പേപ്പർ ബോട്ടുകൾ റണ്ണിങ് സ്ട്രീമിലൂടെ ഒഴുക്കി വിടാറുണ്ട്. In big black letter, I write my name on them. വലിയ കറുത്ത അക്ഷരത്തിൽ ഞാൻ എൻ്റെ പേര് ആ പേപ്പർ ബോട്ടിൽ എഴുതാറുണ്ട്. And the name of the village where I live. ഞാൻ താമസിക്കുന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിൻ്റെ പേരും ഞാൻ എഴുതാറുണ്ട്. I hope that someone in some strange land will find them and know who I am. ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും സ്ട്രേഞ്ച് ലാൻഡിൽ എൻ്റെ പേപ്പർ ബോട്ട് കാണുന്നവർ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടിയുടെ മനസ്സിലെ ചിന്തകളാണ് കവി ഇവിടെ പറയുന്നത്. I load my little boats with shuli flowers from our garden. ഞങ്ങളുടെ ഗാർഡനിലെ ഷൂലി ഫ്ലവേഴ്സ് ഞാൻ എൻ്റെ ബോട്ടിൽ നിറയ്ക്കാറുണ്ട്. And hope that these blooms of the down will be carried safely to the land in the night. രാത്രിയിൽ എൻ്റെ ആ ഫ്ലവേഴ്സിനെ വളരെ സേഫായിട്ട് ലാൻഡിൽ എൻ്റെ ബോട്ട് എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്. I launch my paper boats and look up into the sky. ഞാൻ എൻ്റെ പേപ്പർ ബോട്ട് ലോഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ആകാശത്തേക്ക് നോക്കും. And see the little clouds setting the white bulging sails. എൻ്റെ ബോട്ടിനെ നോക്കി ആ ലിറ്റിൽ ക്ലൗഡ്സ് വെള്ള ബൾജിങ്ങുകൾ ഉണ്ടാക്കി എൻ്റെ ബോട്ടിനെ സെയിൽ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതായി എനിക്ക് തോന്നും. I know not what playmate of mine in the sky sends them down the air to race with my boats. എൻ്റെ ബോട്ടിനെ ഉയർത്തിക്കൊണ്ടു പോകാൻ ഏത് പ്ലേമേറ്റാണ്, ഏത് കളിക്കൂട്ടുകാരനാണ് നമ്മുടെ ക്ലൗഡ്സിനെ പറഞ്ഞു വിടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. When nights come, I bury my face in my arms and dream that my paper boats float on under the midnight stars. ഞാൻ രാത്രിയാവുമ്പോൾ എൻ്റെ കയ്യിൽ താടിയൊക്കെ വെച്ച് മുഖമൊക്കെ അമർത്തി ഇരുന്ന് ഞാൻ ആലോചിക്കും, ഞാൻ ഡ്രീം ചെയ്യും എൻ്റെ പേപ്പർ ബോട്ട് മിഡ് നൈറ്റ് സ്റ്റാർസിൻ്റെ കൂടെ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട്, കളിക്കുന്നതായി, ഒഴുകുന്നതായി ഞാൻ ഡ്രീം ചെയ്യും. The fairy of sleep are sailing in them. എൻ്റെ ബോട്ടിനകത്ത് ആരാണ് സെയിൽ ചെയ്യുന്നത്? ഫെയറി ഓഫ് സ്ലീപ്സ്, സ്വപ്നത്തിൻ്റെ ദേവത അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ദേവത സെയിൽ ചെയ്യുന്നതായി ഞാൻ കാണും. ആൻഡ് ദ ലാൻഡിങ് ഈസ് ദെയർ ബാസ്കറ്റ് ഫുൾ ഓഫ് ഡ്രീംസ്. അവരുടെ അതിനകത്ത് നിറച്ചും ലോഡ് ചെയ്തേക്കുന്ന എന്താണ്? ബാസ്കറ്റ് ഫുൾ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങൾ അതിനകത്ത് ലോഡ് ചെയ്തേക്കുന്നതായും ഞാൻ കാണും. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വളരെ മനോഹരമായ ഒരു പോയമാണ്, ഒരു കുട്ടിയുടെ ചിന്തകൾ, പേപ്പർ ബോട്ടിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അപ്പം എല്ലാവരും നന്നായി ഇത് വായിക്കുക. Who floats the paper boats down the stream? ആരാണ് പേപ്പർ ബോട്ട് സ്ട്രീമിലേക്ക് ഇറക്കിയത്? Who? The boy floats the paper boats down the stream. What does the boy hope when he floats the boats? ബോട്ട്സ് ഒഴുക്കി വിടുമ്പോൾ അല്ലെങ്കിൽ ഒഴുകി പോകുമ്പോൾ കുഞ്ഞിൻ്റെ പ്രതീക്ഷ എന്താണ്? ആ കുട്ടിയുടെ പ്രതീക്ഷ എന്താണ്? The boy hopes that somebody will see the boat and find him. ആരെങ്കിലും എൻ്റെ ബോട്ടിനെ കാണുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്യുമെന്നാണ് ആ കുട്ടി വിചാരിക്കുന്നത്. Who sends the clouds to race with the boats? ആരാണ് ക്ലൗഡ്സിനെ താഴേക്ക് ബോട്ടിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ പറഞ്ഞു വിടുന്നത്? പ്ലേമേറ്റ്സ് ഓഫ് ദി ബോയ്. ബോയുടെ പ്ലേമേറ്റ്സ് ആണ്, അതായത് കളിക്കൂട്ടുകാരനാണ് ക്ലൗഡ്സിനെ താഴേക്ക് പറഞ്ഞു വിടുന്നത്. വാട്ട് ആർ ദ ചൈൽഡ്സ് ഡ്രീംസ് അബൌട്ട് ദ പേപ്പർ ബോട്ട്? പേപ്പർ ബോട്ടിനെ കുറിച്ച് കുട്ടിയുടെ സ്വപ്നം എന്താണ്? ദ പേപ്പർ ബോട്ട്സ് ആർ ഫ്ലോട്ടിംഗ് ഇൻ ദ സ്ട്രീം. സ്ട്രീമിലൂടെ പേപ്പർ ബോട്ട് ഒഴുകുമ്പോൾ ദ ഫെയറി ഓഫ് സ്ലീപ്പ് ആർ സെയിലിംഗ് ഇൻ ദം.
നമ്മുടെ സ്വപ്ന ദേവതമാർ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ദേവതമാർ അതിലൂടെ സഞ്ചരിക്കും, ആ ബോട്ടിനകത്ത് സഞ്ചരിക്കുമെന്നാണ് കുട്ടിയുടെ പേപ്പർ ബോട്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, ചിന്തകൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ. ഐ, ഫ്ലോട്ട്, ഹോപ്പ്, ബറി, റൈറ്റ്, അങ്ങനെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. നോക്കിയാലോ. ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. ഐ ഹോപ്പ് ദാറ്റ് someone will see my paper boards. I bury my face in my arm. I write my name in the paper boat. എല്ലാവരും ഇത് ബുക്കിലേക്കും ടെക്സ്റ്റിലേക്കും എഴുതുക. നെക്സ്റ്റ് മെയിൻ പോയിന്റ്സ് ആണ്. ദ ബോയ് ഫ്ലോട്ട് ഹിസ് പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. സ്ട്രീമിലേക്ക് ബോയ് പേപ്പർ ബോട്ട്സ് ഇറക്കി വിട്ടു. ഹി റൈറ്റ്സ് ഹിസ് നെയിം ഓൺ ദം. അവൻ അതിൻ്റെ പുറത്ത് അവൻ്റെ പേര് എഴുതി. ഹി ഹോപ്പ് ദാറ്റ് സമ്മൺ വിൽ ഫൈൻഡ് ഹിം. ആരെങ്കിലും അതിനെ കണ്ടെത്തും എന്ന് അവൻ പ്രതീക്ഷിച്ചു. ഹി ലോഡ്സ് ദ പേപ്പർ ബോട്ട്സ് വിത്ത് ഷൂലി ഫ്ലവർ. ഷൂലി ഫ്ലവർ അവൻ്റെ പേപ്പർ ബോട്ട്സിൽ നിറച്ചു. ഹി ലോഞ്ച്ഡ് ഹിസ് പേപ്പർ ബോട്ട്സ്. പേപ്പർ ബോട്ട്സ് നീറ്റിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറക്കി. ദ ബോയ് സീസ് ദ ലിറ്റിൽ ക്ലൗഡ്സ് ഗെറ്റിംഗ് റെഡി ടു സെയിൽ. ക്ലൗഡ്സ് അവൻ്റെ ബോട്ടിനോടൊപ്പം സെയിൽ ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് അവൻ കണ്ടു. ഹി ബറീസ് ഹിസ് ഫേസ് ഇൻ ഹിസ് ആം ഇൻ നൈറ്റ്. രാത്രിയിൽ അവൻ കൈ താടിയിലൊക്കെ വെച്ച് ആലോചിച്ചു. ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ് സെയിൽ ഇൻ ദ ബോട്ട്. അവൻ്റെ ബോട്ടിനകത്ത് ആരാണ് സഞ്ചരിക്കുന്നത്? ഉറക്കത്തിൻ്റെ ദേവത സ്വപ്നങ്ങളുമായി അവൻ്റെ ബോട്ടിനകത്ത് സഞ്ചരിക്കുന്നതായി അവൻ ചിന്തിച്ചു, അവൻ ഡ്രീം ചെയ്തു, അവൻ സ്വപ്നം കണ്ടു. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇതൊക്കെയായിരുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ, ടേക്ക് കെയർ.